നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകർക്ക് സഹായ പ്രവാഹം. കുട്ടി കർഷകർക്ക് ആശ്വാസം പകർന്ന് മന്ത്രിമാരായ ചിഞ്ചു റാണി, റോഷി അഗസ്റ്റിൻ, നടൻ ജയറാം, പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറിങ്ങാട്ട് തുടങ്ങിയവർ വെള്ളിയാമറ്റത്ത് എത്തിച്ചേർന്നു. പടമുഖം സ്നേഹമന്ദിരത്തിന്റെ നേതൃത്വത്തിൽ പുതുവത്സര ആഘോഷവും അന്തേവാസി വിജയരംഗസ്വാമിയുടെ ജന്മദിനാഘോഷവും നടന്നു. ഇടുക്കി SP വിഷ്ണു പ്രദീപ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ് DG വിസിറ്റും ക്രിസ്മസ് സെലിബ്രേഷനും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടത്തി. ബിഷപ്പ് റൈറ്റ് റവറൻ VS ഫ്രാൻസിസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 3 വയസ്സുകാരിക്ക് നേരെ സിംഹവാലൻ കുരങ്ങന്റെ ആക്രമണം. കഞ്ഞിക്കുഴി മക്കുവള്ളി നെല്ലിക്കുന്നിൽ ഷിജു പോളിന്റെ മകൾ നിത്യയ്ക്കാണ് സിംഹവാലൻ കുരങ്ങന്റെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയത്. പൊതുമേഖലയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ വിതരണ സ്ഥാപനമായ ഔഷധിയുടെ നീതി സ്റ്റോർ തൊടുപുഴ കാരിക്കോട് ജംഗ്ഷനിൽ പ്രവർത്തനം തുടങ്ങി. വാർത്തകൾ വിശദമായി. കുട്ടി കർഷകന് ആശ്വാസം പകരാൻ മന്ത്രിമാരെത്തി. തൊടുപുഴ വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകർക്ക് ആശ്വാസം. പശുക്കൾ കൂട്ടത്തോടെ ചത്തത് ദുരന്തമായി കാണുന്നതായും നഷ്ടപ്പെട്ടവയ്ക്കു പകരം 5 പശുക്കളെ സർക്കാർ ഒരാഴ്ചക്കുള്ളിൽ വാങ്ങി നൽകുമെന്നും മന്ത്രി J. ചിഞ്ചു റാണി. ഇടുക്കി വെള്ളിയാമറ്റത്ത് 13 പശുക്കൾ നഷ്ടപ്പെട്ട കുട്ടി ക്ഷീരകർഷകനായ മാത്യു ബെന്നിയുടെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. മന്ത്രി റോഷി അഗസ്റ്റിനും ഒപ്പമുണ്ടായിരുന്നു. പുതുവർഷ പുലരിയിലാണ് തൊടുപുഴയ്ക്കടുത്ത് വെള്ളിയാമറ്റത്തെ ക്ഷീരകർഷകനായ മാത്യു ബെന്നിയുടെ 13 കന്നുകാലികൾ ചത്തുവീണത്. കപ്പത്തൊണ്ട് കഴിച്ച കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തുവീഴുകയായിരുന്നു. ഇതേ തുടർന്നാണ് മന്ത്രിമാരായ J. ചിഞ്ചു റാണി, റോഷി അഗസ്റ്റിൻ എന്നിവർ ഉപജീവന മാർഗം നഷ്ടമായ കുട്ടികളുടെ വീട്ടിൽ ആശ്വാസവാക്കുകളുമായി എത്തിയത്. കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തതിനെ ദുരന്തമായാണ് സർക്കാർ കാണുന്നതെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചു റാണി വ്യക്തമാക്കി. ആവശ്യമായ എല്ലാവിധ സഹായവും ഉണ്ടാകുമെന്ന് മന്ത്രിമാർ അറിയിച്ചു. കുട്ടികൾക്ക് അടിയന്തരമായി സർക്കാർ 5 പശുക്കളെ നൽകും. കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നത് സംബന്ധിച്ച ആവശ്യം മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കും. കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായവും സർക്കാർ നൽകുമെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി. മാട്ടുപ്പെട്ടിയിൽ നിന്നും എത്തിക്കുന്ന നല്ല ഇനം പശുക്കളെയാണ് നൽകുന്നത്. 1 മാസത്തേക്കുള്ള കാലിത്തീറ്റയും സൗജന്യമായി നൽകും. ഇന്നു തന്നെ മിൽമയിൽ നിന്നും അടിയന്തര സഹായമായി 45,000 രൂപ ഇവർക്ക് കൈമാറുമെന്നും മന്ത്രി വ്യക്തമാക്കി. തീർച്ചയായിട്ടും അതൊരു ദുരന്തമായിട്ടാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഏതായാലും നമ്മുടെ മാത്യുവിനെ പോലുള്ള ഒരു കുടുംബത്തെ ഞങ്ങൾ പണ്ട് മുതൽ നേരത്തെ തന്നെ സഹായിക്കുന്നതാണ്. കാരണം 2021 ഏറ്റവും നല്ല കുട്ടി കർഷകനുള്ള അവാർഡ് കിട്ടിയത് നമ്മുടെ മാത്യുവിനായിരുന്നു. ഞാൻ നേരിട്ട് വന്ന അവാർഡ് ഉൾപ്പെടെ കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു 5 പശുക്കളെ ഒരാഴ്ചയ്ക്കകം തരും. നല്ലതിനും പശുവിനെയാണ്. അപ്പോൾ അത് 5 പശു സൗജന്യമായിട്ട് ഗവൺമെൻറ് തന്നെ കൊടുക്കുകയാണ്. മറ്റുള്ള പശുക്കൾക്ക് പകരം നമ്മൾ ദുരന്ത നിവാരണ പദ്ധതി പ്രകാരമുള്ള പണം ഞങ്ങൾ അനുവദിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അതും എത്രയും പെട്ടെന്ന് ചെയ്യും. മിൽമയെടുത്ത് ഞങ്ങൾ പറഞ്ഞു, കാരണം മിൽമയ്ക്കൊക്കെ പാല് കൊടുക്കുന്ന ആൾക്കാരാണ്. മിൽമയെടുത്ത് ഞങ്ങൾ പറഞ്ഞൊരു സഹായം വേണം. അപ്പം 3 പശുക്കൾക്ക് ഒരു 15,000 രൂപ വെച്ച് 45,000 രൂപയുടെ ചെക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കി ഫണ്ട് ഗവൺമെൻറ് തന്നെ നേരിട്ട് കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്യുകയാണ്. നാളെ മന്ത്രിസഭയുടെ യോഗമുണ്ട്. ആ യോഗത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരോട് മന്ത്രിസഭയിൽ ഞങ്ങൾ ഇത് വയ്ക്കും. എന്താണെന്ന് വെച്ചാൽ അവിടെയും തീരുമാനിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും തീരുമാനിക്കട്ടെ എന്ന തരത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. മാത്യു ബെന്നിയുടെ കുടുംബത്തിന് എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യൻ ഇത്തരത്തിലൊരു സംരംഭം നടത്തിക്കൊണ്ടുപോകാൻ ധൈര്യം കിട്ടി. പക്ഷെ പെട്ടെന്ന് ഡൗൺ ആയിപ്പോയി. അത് തീർച്ചയായിട്ടും അത് സംരക്ഷിക്കേണ്ട ചുമതലയുണ്ട്. ബഹുമാനപ്പെട്ട ചിഞ്ചു റാണി അക്കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചു. ആ ആശങ്കകളെല്ലാം മാറി ഉഷാറായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മാത്യുവിനെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ പൊതുസമൂഹത്തിന്റെ കടപ്പാട്. വലിയ ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെന്നുള്ളതാണ് മന്ത്രി വെളിപ്പെടുത്തിയത്. ഇവരുടെ വീട്ടിലെ തൊഴുത്തിലും സന്ദർശനം നടത്തിയ ശേഷമാണ് മന്ത്രിമാർ മടങ്ങിയത്. ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരും മന്ത്രിമാർക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, വെള്ളിയാമറ്റം. വളർത്തു പശുക്കളെ നഷ്ടമായ കുട്ടി ക്ഷീരകർഷകൻ മാത്യു ബെന്നിക്ക് സഹായവുമായി നടൻ ജയറാം എത്തി. അദ്ദേഹത്തിന്റെ പുതിയ ചിത്രമായ അബ്രാഹം ഓസ്ലറിന്റെ അണിയറ പ്രവർത്തകരൊപ്പമാണ് താരം മാത്യുവിന്റെ വീട്ടിലെത്തിയത്. ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിന് വേണ്ടി മാറ്റിവെച്ച 5 ലക്ഷം രൂപയാണ് ജയറാം കുട്ടികളുടെ വീട്ടിൽ നേരിട്ടെത്തി കൈമാറിയത്.
13 പശുക്കളെ നഷ്ടമായ കുട്ടി ക്ഷീരകർഷകൻ മാത്യു ബെന്നിക്ക് സഹായവുമായി നടൻ ജയറാം എത്തി. അദ്ദേഹത്തിന്റെ പുതിയ ചിത്രമായ അബ്രാഹാം ഓസ്ലറിന്റെ അണിയറ പ്രവർത്തകരോടൊപ്പമാണ് താരം മാത്യുവിന്റെ വീട്ടിലെത്തിയത്. ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിനു വേണ്ടി മാറ്റിവെച്ച 5 ലക്ഷം രൂപയാണ് ജയറാം കുട്ടികളുടെ വീട്ടിൽ നേരിട്ടെത്തി കൈമാറിയത്. നടൻ പൃഥ്വിരാജ് 2 ലക്ഷവും മമ്മൂട്ടി 1 ലക്ഷം രൂപയും കുട്ടികൾക്ക് നൽകുമെന്ന് ജയറാം കുടുംബാംഗങ്ങളെ അറിയിച്ചു. 2 പശുക്കൾ എൻ്റെ വക കൊടുത്തേക്കണം, ഞാൻ ഇപ്പോൾ ഒരു ആൾ വഴി തൊടുവഴിയിൽ നിന്ന് പൈസ കൊടുത്തയക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ അവർ എത്തിക്കും കേട്ടോ. മമ്മൂട്ടി ഒരു 1 ലക്ഷം രൂപ കൊടുത്തയച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പേരുടെ നല്ല മനസ്സിൽ എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് എത്രയോ നൂറുകണക്കിന് പശുക്കളൊരു വലിയ കാര്യം പങ്കെടുക്കാൻ 2024 സാധിക്കും. ആണോ? ശരി, അതാണ് പൃഥ്വിരാജ് നാളെ ഈ ഫംഗ്ഷന് വേണ്ടി വരായിരുന്നാണ്. അദ്ദേഹം അത് ക്യാൻസൽ ചെയ്തിട്ട് 2 ലക്ഷം രൂപ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. ആലോചിച്ചെങ്കിൽ ഇന്ന് തന്നെ കൊടുത്തയക്കും. നല്ല മനസ്സുകൾക്ക് ഒരുപാട് സന്തോഷം. ഇത് എന്നിലൂടെ ഇവിടെ വന്ന് തരാൻ കഴിഞ്ഞ എനിക്ക് ഏറ്റവും വലിയ മഹാഭാഗ്യം. കുടുംബാംഗങ്ങളോടൊത്ത് ഏറെ നേരം ചിലവഴിച്ച ജയറാം തന്റെ തൊഴുത്തിലുണ്ടായിരുന്ന പശുക്കൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയതും അപ്പോഴുണ്ടായ മനോവിഷമവും പങ്കുവച്ചു. ഇവനനുഭവിച്ച സെയിം വിഷമം 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ച. ഞാൻ എൻ്റെ ഫാമിൽ ഉണ്ടായിരുന്ന സമയത്താണ് പെട്ടെന്നൊരു കിടാവ് അത് ചത്തു. എന്താ കാരണം മനസ്സിലാവുന്നില്ല. ഞാൻ ഈ തുറന്നു വിട്ട് തീറ്റ തിന്നുന്നൊരു സമ്പ്രദായത്തിൽ വളർത്തുകയാണ്. 22 പശുക്കളാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വയറുതൊട്ട് 4 കാലും മുകളിലേക്ക് നാക്കിന്നൊരു നൊരയും വന്നു. അത് തന്നെ നാക്ക് കടിച്ചിട്ടാണ് ചാവും. ഇത് പുല്ലിൽ വരുന്ന ഏതെങ്കിലും ഇലയിൽ നിന്ന് വരുന്ന ഒരു വിഷാംശമാണെന്ന് പറയുന്നു. എൻ്റെ വീട്ടിലങ്ങനെ വിഷമടിച്ച് പുല്ല് ഇതുവരെ വളർത്തിയിട്ടില്ല. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയാം. 22 പശുക്കളെയും JCB എടുത്ത് കുഴിച്ചു മൂടുന്ന സമയത്ത് ഞാനും എൻ്റെ ഭാര്യ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള സമയത്താണ്. അപ്പോൾ ഈ 2 മക്കളുടെ കാര്യം അതാണ്. തുടർന്ന് തൊഴുത്തിലും സന്ദർശനം നടത്തി. പശുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്യുവിനും കുടുംബാംഗങ്ങൾക്കും വേണ്ട ഉപദേശങ്ങൾ കൂടി നൽകിയ ശേഷമാണ് ജയറാം മടങ്ങിയത്. ഇതിന്റെ അമ്മയുടെ ഇടയ്ക്കായിരുന്നു കടന്നുകൊണ്ടിരുന്നത്. 2 മിനിറ്റ് 3 മിനിറ്റ് വെച്ചാണ് എൻ്റെ ഓരോ പശുക്കളും ചത്തുപോയി. അത് സാറേ ഇവിടെ സംബന്ധിച്ചത് തന്നെയാണ് സാറേ. നിമിഷം നേരം കൊണ്ട് ന്യൂസ് ബ്യൂറോ, വെള്ളിയാമറ്റം. പന്നൂർ V1 റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തന ഉദ്ഘാടനവും പുതുവത്സര ആഘോഷവും നടത്തി. അസോസിയേഷൻ അംഗം ജോയി പറയുന്നതിന്റെ വസതിയിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ പ്രസിഡന്റ് PK ശിവൻകുട്ടി അധ്യക്ഷനായി. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി ഉദ്ഘാടനം ചെയ്തു. കരിമണ്ണൂർ പഞ്ചായത്തിലെ പന്നൂർ കേന്ദ്രീകരിച്ച് ആരംഭിച്ച V1 റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 26 കുടുംബങ്ങൾക്കാണ് അസോസിയേഷനിൽ ഇതിനോടകം അംഗത്വം നൽകിയിട്ടുള്ളത്. ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങ് കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ നാടിന്റെ വികസനത്തിന് വേണ്ടി ഉതകുന്ന ഏത് പ്രവർത്തനങ്ങളും ചെയ്യാൻ തയ്യാറാകുന്ന ഓരോ സംഘടനയാണ് നമുക്ക് വേണ്ടത്. അതായത് പരസ്പരം പഴിചാരലും കുറ്റപ്പെടുത്തലുകളും നമ്മൾ നോക്കി നിൽക്കാതെ നമ്മുടെ നാടിൻ്റെ ഏത് വികസന പ്രവർത്തനങ്ങളായാലും നമുക്ക് മുന്നിട്ടിറങ്ങണം. നമുക്കറിയാം, ഒരു പഞ്ചായത്തിനെ കൊണ്ടോ ബാക്കി എന്ത് അധികാരികളെ കൊണ്ടോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇങ്ങനെയുള്ള നമ്മുടെ ഈ അസോസിയേഷൻ്റെ ഭാരവാഹികളായ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, നമ്മൾ നിരവധി സ്ഥലങ്ങളിൽ കണ്ടുവരുന്നുള്ളൊരു കാഴ്ചയാണ് ഇങ്ങനെയുള്ള അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നിരവധിയായ കാര്യങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിലും ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും അവരെല്ലാം സമൂഹത്തിൻ്റെ ഒരു മുഖ്യധാരയിലേക്ക് മുന്നിട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ V1 റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പ്രസിഡന്റ് PK ശിവൻകുട്ടി അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗം D ദേവസ്യ പുതുവത്സര സന്ദേശം നൽകി. ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്തിൽ നമ്മൾ വ്യത്യസ്ത സ്വഭാവം, ഞാൻ സൂചിപ്പിച്ച പോലെ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള, വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള, വ്യത്യസ്ത സമൂഹങ്ങളിൽ ജാതിമത സമൂഹങ്ങളിൽപ്പെട്ട വിചാരങ്ങളൊക്കെ ഉള്ള ഒരു സമൂഹത്തിൽ ഒരു നാടിനെ പലപ്പോഴും ഇന്ന് കാണുന്നത് എല്ലാം വിജയന സ്വഭാവത്തോടു കൂടിയുള്ള ഒരു ആലോചനകളും നിലപാടുകളും ഉള്ള കാലത്തിൽ നമ്മൾ
ജാതി മത ചിന്തകൾക്ക് അതീതമായി ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ഒരാദ്യത്തെ ഒരു സംരംഭമായിട്ടാണ് ഈ കൂട്ടാളി മാറേണ്ടത്. അസോസിയേഷൻ രക്ഷാധികാരി സ്റ്റാൻസിലാവോസ്, സെക്രട്ടറി റോഷ്നി സാബോ, വൈസ് പ്രസിഡന്റ് ജെസ്സി സണ്ണി, ജോയിന്റ് സെക്രട്ടറി ജോർജ് മടത്തിനാൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PV രഞ്ജിത്ത്, റീമോൾ സോജൻ, ബെന്നി കൂനമ്പറമ്പിൽ, ജസ്റ്റിൻ കുര്യാക്കോസ് എന്നിവർ പ്രസംഗിച്ചു. ട്രഷറർ TM രാജു സ്വാഗതവും ഓഡിറ്റർ ഈവ് സജി നന്ദിയും പറഞ്ഞു. അസോസിയേഷൻ അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും നടത്തി. മാറും തുണികളുമായും രുചികൾ ശീലം പല പലതാകുന്നീ കണക്ക് പോളി പോക്ക് രാവു പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിട്ട് മിഴി വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ള കണ്ണൊളി കാട്ടി വേലവൻ വള്ളി നേരേക്ക് പുള്ളി മൺമിഴി വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് നല്ല കണ്ണോളി കാട്ടി വേലവൻ വള്ളി നേരേക്ക് മോഹം കൊണ്ടു ഞാൻ ദൂരേതോ പൂത്തനാൾ മധു ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടി മറന്നൊന്നും ചെയ്തുകൂടാ. മപ്പേ മസക്കെ സിന്ധിലെ പുക മഞ്ചേ തെരകാനിൽ ചിന്തിലെ ഊരു നിതരോ ഇന്തിലെ മഞ്ചിച്ചോട്ടെ മനക്കു കുതിരിന്തിലെ ഗുരുസേ സന്നനിവാന അതി ചലിക ഉന്നതിലോന గుయిరైతుండే గుండెల్లోన అజరుగనా కొంచెం నేను అడుగనా లంజం చలికి వలపు మంచం నీ వల్లే పూల మంచం കൈതോല പായ വിരിച്ച് പായേലൊരു പറന്നു പൊലിച്ച് കാതുകുത്തനിപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നെയോ കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ. സ്നേഹത്തിൽ തന്നെ നടത്തേണമേ ദിവ്യ സ്നേഹത്തിൻ വാക്കുകളെന്നും സ്നേഹനാദാനി തന്നീടണേ. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. പടമുഖം സ്നേഹമന്ദിരത്തിന്റെ നേതൃത്വത്തിൽ പുതുവത്സര ആഘോഷവും അന്തേവാസി വിജയരംഗസ്വാമിയുടെ ജന്മദിനാഘോഷവും നടന്നു. ഇടുക്കി SP വിഷ്ണു പ്രദീപ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. 300-ലധികം അന്തേവാസികളും 50ഓളം പരിചാരകരും അധിവസിക്കുന്ന പടമുഖം സ്നേഹമന്ദിരത്തിന്റെ നേതൃത്വത്തിൽ പുതുവത്സര ആഘോഷവും ജന്മന വീൽചെയറിൽ കഴിയുന്ന വിജയ് രംഗസ്വാമിയുടെ ജന്മദിനാഘോഷവും നടന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് വിഷ്ണു പ്രദീപ് യോഗം ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞനുജന്മാരും അനുജത്തിമാരും ഒരുപാട് പേരുണ്ട്. ഞാൻ സുദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. പക്ഷേ എങ്കിലും
എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് അനുജത്തിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക. നിങ്ങളുടെ പ്രായത്തിൽ ഞാൻ കണ്ട ഒരു സ്വപ്നത്തിൻ്റെ പൂർത്തീകരണമാണ് ഇന്ന് ഞാനിവിടെ വന്ന് നിന്ന് സംസാരിക്കുന്നത്. പടമുഖം ഫൊറോന വികാരി ഫാദർ ഷാജി പൂത്തറ അനുഗ്രഹ പ്രഭാഷണവും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ് മുഖ്യപ്രഭാഷണവും നടത്തി. സ്നേഹമന്ദിരത്തിലെ അന്തേവാസികളായ 64 കുട്ടികൾക്ക് ഇടുക്കി SP സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സ്നേഹമന്ദിരം ഡയറക്ടർ ബ്രദർ VC രാജു, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനിത സജീവ്, നോബിൾ ജോസഫ്, ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് പ്രോഗ്രാം കോർഡിനേറ്റർ ജെയിൻ അഗസ്റ്റിൻ, ഷൈനി രാജു, ജോർജ് അമ്പഴം എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാനറ ബാങ്കിന്റെ CSR പ്രവർത്തനത്തിന്റെ ഭാഗമായി തൊടുപുഴ മുനിസിപ്പാലിറ്റിക്ക് ആംബുലൻസ് നൽകി. സർക്കിൾ ജനറൽ മാനേജർ S പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ആംബുലൻസിന്റെ താക്കോൽ നഗരസഭയ്ക്ക് വേണ്ടി ചെയർമാൻ സനീഷ് ജോർജ് ഏറ്റുവാങ്ങി. എറണാകുളം റീജിയണൽ മാനേജർ സിറാജ് ചന്ദ്ര അധ്യക്ഷത വഹിച്ചു. കാനറ ബാങ്കിന്റെ CSR പ്രവർത്തനത്തിന്റെ ഭാഗമായി നൽകിയ ആംബുലൻസിന്റെ താക്കോൽ നഗരസഭയ്ക്ക് വേണ്ടി ചെയർമാൻ സനീഷ് ജോർജ് ഏറ്റുവാങ്ങി. കാനറ ബാങ്കിന്റെ ഇടപാടുകൾ സാധാരണ ജനവിഭാഗങ്ങൾക്കുൾപ്പെടെ എല്ലാവർക്കും സുതാര്യമായ പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വിദ്യാഭ്യാസ വായ്പയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങളുടെ ജനപ്രതിനിധികളുടെ മുന്നിലേക്ക് ഇതുപോലെയുള്ള ഒട്ടനവധി ആവശ്യങ്ങളുമായി സാധാരണക്കാരായ കുടുംബത്തിലെ വിദ്യാർത്ഥികളൊക്കെ കടന്നു വരുമ്പോൾ ആദ്യം ഞങ്ങൾ ആശ്രയിക്കുന്ന ബാങ്ക് കാനറ ബാങ്ക് തന്നെയാണ്, യാതൊരു സംശയവും. ഇവിടെ പറഞ്ഞു വിടുന്ന കാര്യങ്ങളെല്ലാം ഏതൊക്കെ രീതിയിൽ അത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് അതിൻ്റേതായ കാര്യഗൗരവത്തോടെടുത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷവും. ഒട്ടനവധി ബാങ്കുകൾ നമ്മളെ തേടി വരുന്നുണ്ട് പല കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട്. ഞങ്ങൾ ആരൊക്കെ വരുമ്പോഴും സൂചിപ്പിക്കാറുള്ളത് ഞങ്ങളുടെ ഏറ്റവും അധികം സാമ്പത്തിക ക്രയവിക്രയം നടക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന ഏറ്റവും സുതാര്യമായി പോകുന്നത് ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ ഏറ്റവും താഴെത്തട്ട് മുതൽ എടുത്ത് പരിശോധിച്ചാൽ കുടുംബശ്രീ ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചാൽ കാനറ ബാങ്കുകളിലാണ്. കാനറ ബാങ്ക് തൊടുപുഴ ശാഖയ്ക്ക് മുന്നിൽ നടന്ന ചടങ്ങ് സർക്കിൾ ജനറൽ മാനേജർ S പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിൽ ഒരുപാട് സെമി അർബൻ സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്യാനും ഒരുപാട് പേർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും കൃഷി ചെയ്യാനും വിദ്യാഭ്യാസത്തിന് എല്ലാത്തിനും ലോൺ കൊടുക്കണം മാത്രമൊന്നുമില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും തീർച്ചയായും കാനറ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ ലോൺ കൊടുക്കുന്ന കാനറ ബാങ്കാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചറൽ ലോൺ കൊടുക്കുന്ന കാനറ ബാങ്കാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെറുകിട സംരംഭകർക്ക് ലോൺ കൊടുക്കുന്ന കാനറ ബാങ്കാണ്. ധൈര്യപൂർവ്വം പറയാം. കാരണം മറ്റുള്ള ബാങ്കുകളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കാനറ ബാങ്കിന് ഇന്നും ആ സാമൂഹ്യ പ്രതിബദ്ധത ഇന്നുമുണ്ട്, എന്നും ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ എൻ്റെ ഇന്നത്തെ ഈ നമ്മുടെ CSRൻ്റെ ഒരു ഉപകാരം നമ്മുടെ ഇതിന് കൊടുക്കുകയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക്. ഈ വർഷം നമ്മളെല്ലാം കൂടെ ഒരുപാട് 3 കോടി രൂപ കേരളത്തിലെ പല ഗ്രാമപ്രദേശങ്ങളിലാവട്ടെ, സിറ്റിയിലാവട്ടെ, ഹോസ്പിറ്റൽസ് ആവട്ടെ, പിന്നെ അതുപോലെയുള്ള സ്ഥാപനങ്ങളിലാവട്ടെ നമ്മൾ CSRൻ്റെ ഇനിഷ്യേറ്റീവായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഈ ആംബുലൻസിൻ്റെ ഇന്നത്തെ ഇവിടെയുള്ള വിതരണം. ആംബുലൻസ് കാനറ ബാങ്കിന്റെ എറണാകുളം റീജിയണൽ മാനേജർ സിറാജ് ചന്ദ്ര അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ പങ്കെടുത്തു. യോഗത്തിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജെസി ജോണി, വാർഡ് കൗൺസിലർ PG രാജശേഖരൻ നായർ, കാനറ ബാങ്ക് 2 ചീഫ് മാനേജർ മദൻകുമാർ, തൊടുപുഴ മുനിസിപ്പൽ സെക്രട്ടറി ബിജുമോൻ P ജേക്കബ്, കാർഡ്സ് ചെയർമാൻ ആന്റണി കണ്ടിരിക്കൽ, ഡോക്ടർ സാജൻ ജോസഫ് എന്നിവർ സംസാരിച്ചു. ചീഫ് മാനേജർ ബേസിൽ K വർക്കി സ്വാഗതവും സീനിയർ മാനേജർ V ലക്ഷ്മി കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ് DG വിസിറ്റും ക്രിസ്മസ് സെലിബ്രേഷനും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടത്തി. സർവീസ് പ്രൊജക്ടുകളുടെ ഭാഗമായി ചേലച്ചൂട് CSI മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ
പാലിയേറ്റീവ് കെയർ സെന്ററിന് ഹോസ്പിറ്റൽ ഉപകരണങ്ങൾ കൈമാറി. ബിഷപ്പ് റൈറ്റ് റവറൻ VS ഫ്രാൻസിസ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം. വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ് DG വിസിറ്റും ക്രിസ്മസ് സെലിബ്രേഷനും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടത്തി. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പല വർഷങ്ങളിലൂടെ 2007 തുടങ്ങിയ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ എറണാകുളം ജില്ലയിൽ നടപ്പാക്കുമ്പോൾ അതിലെനിക്ക് മുഖ്യമായ പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ഇന്നും ചാരിത്രാർത്ഥ്യം നൽകുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ പാലിയേറ്റീവ് കെയർ കാണണമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ആ ഓർമ്മ വെച്ചുകൊണ്ട് ഞാൻ അച്ഛൻ അവിടെ ഉള്ളിടത്ത് ചെല്ലുകയും 7 ബെഡിൽ അന്ന് അത് മുഴുവനും എംപ്റ്റി ആയിരുന്നു. അതിന് കാരണം പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. പല എക്യുപ്മെൻറ്റ്സും അവിടെ ഇല്ല. അച്ഛൻ എനിക്കൊരു കത്ത് തന്നു. അതിലുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിരുന്നു. ഏകദേശം 10-28 ഐറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരോടും നമ്മൾ ലയൺസ് ക്ലബിലെ മെമ്പേഴ്സിനോട് നമ്മൾ അനൗൺസ് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു 2 വീൽ ചെയർ, അച്ഛൻ 2 വീൽ ചെയർ ആയിരുന്നു ആവശ്യപ്പെട്ടത്. എയർ ബെഡുകൾ. CSI ഈസ്റ്റ് കേരള ബിഷപ്പ് റൈറ്റ് റവറൻ VS ഫ്രാൻസിസ് ക്രിസ്മസ് സന്ദേശം നൽകി. ലയൺസ് ക്ലബ് സർവീസ് പ്രോജക്റ്റുകളുടെ ഭാഗമായി ചേലച്ചുവട് CSI മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ പാലിയേറ്റീവ് കെയർ സെന്ററിന് വിവിധ ലയൺസ് ക്ലബ്ബുകളുടെ സഹായത്തോടെ ഹോസ്പിറ്റൽ ഉപകരണങ്ങൾ കൈമാറി. ബിഷപ്പ് റൈറ്റ് റവറൻ VS ഫ്രാൻസിസ് ഡിസ്ട്രിക്ട് ഗവർണറിൽ നിന്നും ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. തുടർന്ന് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടന്നു. Accept membership in this Lions Club of കാളിയാർ SHO ഹണി HL വിവിധ സർവീസ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ക്ലബ് ഒഫീഷ്യൽസിന് ആദരവൊരുക്കി. ലയൺസ് ഇന്റർനാഷണൽ പ്രസിഡന്റിന്റെ പ്രത്യേക ബഹുമതി ലഭിച്ച ഷിൻ സെബാസ്റ്റ്യന് പ്രത്യേക ആദരവും നൽകി. ക്ലബ് പ്രസിഡന്റ് ജെയ്സൺ കുര്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ലബ് സെക്രട്ടറി TT മാത്യു, ട്രഷറർ ഷാജൻ ജോസ്, ലയൺസ് പ്രോഗ്രാം ഡയറക്ടർ ജയേഷ് VS, സോൺ 2 ചെയർമാൻ റാണ ജിമ്മി, റീജിയണൽ കോർഡിനേറ്റർ സണ്ണിച്ചൻ M സെബാസ്റ്റ്യൻ, രക്ഷാധികാരി ജിമ്മി നമ്പ്യാപറമ്പിൽ, ക്ലബ് ഒഫീഷ്യൽസ് എന്നിവർ പ്രസംഗിച്ചു. വിവിധ ലയൺസ് ക്ലബ് പ്രസിഡന്റുമാർ, CSI ചേലച്ചുവട്, കാളിയാർ ഇടവക വികാരിമാർ, കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു.
ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 3 വയസ്സുകാരിക്ക് നേരെ സിംഹവാലൻ കുരങ്ങന്റെ ആക്രമണം. കഞ്ഞിക്കുഴി മക്കുവള്ളി നെല്ലിക്കുന്നൽ ഷിജു പോളിന്റെ മകൾ നിത്യയ്ക്കാണ് സിംഹവാലൻ കുരങ്ങന്റെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയത്. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിയോടുകൂടിയായിരുന്നു സംഭവം. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 3 വയസ്സുകാരിയുടെ നേരെയാണ് സിംഹവാലൻ കുരങ്ങിന്റെ ആക്രമണമുണ്ടായത്. പുറത്തിനും കാലിനും പരിക്ക് പറ്റിയ കുട്ടിയെ ഇടുക്കി മെഡിക്കൽ കോളേജ് ICUവിൽ പ്രവേശിപ്പിച്ചു. കരച്ചിൽ കേട്ട് ഓടിയെത്തിയ കുട്ടിയുടെ വല്യച്ഛനാണ് കുട്ടിയെ കുരങ്ങിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 4:30 കുട്ടികൾ വീടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആണ് ഈ സിംഹവാലൻ കുരങ്ങിൻ്റെ ആക്രമണം അതിൻ്റെ 3 വയസ്സുള്ള കുട്ടിക്ക് നേരെ ഉണ്ടാകുന്ന കുരങ്ങിൻ്റെ ആക്രമണത്തിൽ കുട്ടിയുടെ പുറത്ത് വലിയ രീതിയിലുള്ള മുറിവുകളും മറ്റും ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ LP സ്കൂളും മറ്റുള്ളതാണ്. 1ാം ക്ലാസ്സിലും 2ലും പഠിക്കുന്ന കുട്ടികൾ തനിയെ വീടുകളിലേക്കൊക്കെ നടന്നു വരുന്നതാണ്. അപ്പോൾ ഈ കുരങ്ങിൻ്റെ ഉപദ്രവം ഉണ്ടാകുന്ന മൂലം പല കുട്ടികൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഈ കുരങ്ങിനെ വനംവകുപ്പ് ഇടപെട്ട് നമ്മുടെ അടുത്തുനിന്ന് കൂട് വെച്ച് പിടിച്ച് മാറ്റാനുള്ള അത്തരം നടപടികൾ കൈക്കൊള്ളണമെന്ന് ആണ് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത്. വനത്താൽ ചുറ്റപ്പെട്ട മക്കുവള്ളി ഗ്രാമത്തിൽ അടുത്ത കാലത്താണ് ഒറ്റയാൻ സിംഹവാലൻ കുരങ്ങിനെ കണ്ടു തുടങ്ങിയത്. വനംവകുപ്പ് അടിയന്തരമായി ഇടപെട്ട് അക്രമകാരിയായ കുരങ്ങിനെ ജനവാസ മേഖലയിൽ നിന്നും പിടിച്ചു മാറ്റുവാൻ നടപടി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പൊതുമേഖലയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ വിതരണ സ്ഥാപനമായ ഔഷധിയുടെ നീതി സ്റ്റോർ തൊടുപുഴ കാരിക്കോട് ജംഗ്ഷനിൽ പ്രവർത്തനം തുടങ്ങി. കാരിക്കോട് പ്രവർത്തിച്ചു വന്ന ഔഷധിയുടെ ഏജൻസിയാണ് 2024 ജനുവരി 1 മുതൽ നീതി സ്റ്റോറായി പ്രവർത്തനം തുടങ്ങിയത്. ഇവിടെ നിന്നും ഔഷധിയുടെ എല്ലാ ഔഷധങ്ങളും 10% വിലക്കുറവിൽ ലഭിക്കുന്നു. കൂടാതെ എല്ലാവിധ ആയുർവേദ ഔഷധങ്ങളും മിതമായ വിലയിൽ ലഭ്യമാണ്. KAPA മിസ്റ്റർ ഇടുക്കി 2024 ചാമ്പ്യൻഷിപ്പ് 6-ന് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂനിയർ, സബ് ജൂനിയർ ബോഡി ബിൽഡിംഗ് കൂടാതെ മാസ്റ്റേഴ്സ്, ഫിസിക്, ക്ലാസിക്, ലേഡീസ് തുടങ്ങിയ വിഭാഗങ്ങളിലും മത്സരങ്ങൾ ഉണ്ടായിരിക്കും. വിജയികൾക്ക് കേരളത്തിൽ ഇന്നുവരെ മറ്റൊരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിൽ നൽകിയിട്ടില്ലാത്ത ഉയർന്ന പ്രൈസ് മണിയാകും ലഭിക്കുന്നത്. കൂടാതെ 27, 28 തീയതികളിൽ പാലായിൽ നടക്കുന്ന സംസ്ഥാനതല കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും ചെയ്യാം. KAPA മിസ്റ്റർ ഇടുക്കി 2024 ചാമ്പ്യൻഷിപ്പ് 6-ന് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ സംഘടിപ്പിക്കും. രാവിലെ 8:30 രജിസ്ട്രേഷൻ ആരംഭിക്കും. ഉച്ചയ്ക്ക് 1-ന് തുടങ്ങുന്ന മത്സരത്തിൽ ഇടുക്കി ജില്ലയിലെ പ്രമുഖ ബോഡി ബിൽഡർമാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കും. ജൂനിയർ, സബ് ജൂനിയർ ബോഡി ബിൽഡിംഗ് കൂടാതെ മാസ്റ്റേഴ്സ്, ഫിസിക്, ക്ലാസിക്, ലേഡീസ് തുടങ്ങിയ വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. വിജയികൾക്ക് കേരളത്തിൽ ഇന്നുവരെ മറ്റൊരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിലും നൽകിയിട്ടില്ലാത്ത ഉയർന്ന പ്രൈസ് മണിയാകും ലഭിക്കുന്നത്. കൂടാതെ 27, 28 തീയതികളിൽ പാലായിൽ നടക്കുന്ന സംസ്ഥാനതല കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും ചെയ്യാമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് പാലായിൽ വെച്ച് ജനുവരി ഈ മാസം 27, 28 നടത്തുകയാണ്. അതിനോടനുബന്ധിച്ച് 14 ജില്ലകളിലും ജില്ലാ മത്സരങ്ങൾ നടത്തുന്നുണ്ട്.
ഈ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലാ ചാമ്പ്യൻഷിപ്പ് ആദ്യമായിട്ട് നടന്നു. ഇനി രണ്ടാമത് ഇടുക്കി ജില്ലാ മത്സരങ്ങൾ ഈ വരുന്ന 6-ാം തീയതി ശനിയാഴ്ച ന്യൂമാൻ കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ മത്സരത്തിൽ, ഈ ഇടുക്കി ജില്ലാ മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളാകുന്ന മത്സരാർത്ഥികൾക്ക് പാലായിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന മത്സരങ്ങൾക്ക് പങ്കെടുക്കാനുള്ള അർഹതയുണ്ടാകുന്നതാണ്. ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മത്സരിക്കുവാനെത്തുന്ന ക്ലബ്ബുകളിലെ എല്ലാ മത്സരാർത്ഥികളെയും ഈ മത്സരത്തിലേക്ക് നമ്മൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാന മത്സരങ്ങൾ ഈ മാസം ഏറ്റവും ലാസ്റ്റ് മത്സരം കോട്ടയം ജില്ലയുടെ തന്നെയാണ്. അത് 25-ാം തീയതിയാണ്. അതിന് മുമ്പായിട്ട് 14 ജില്ലകളും മത്സരങ്ങൾ നടത്തും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ KAPA സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് ബാബു, ജോയിന്റ് സെക്രട്ടറി സെബാസ്റ്റ്യൻ വി മാത്യു, ജനറൽ കൺവീനർ നൈജിൽ ജോർജ്, ഇടുക്കി ജില്ലാ ജനറൽ കൺവീനർമാരായ രതീഷ് കുമാർ, റിസ്വ, VK അംജദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ശിലായുഗ കാലത്തിന്റെ അവശേഷിപ്പുകളുമായി മുനിയറകൾ. മറയൂർ കാന്തല്ലൂർ മേഖലയിലെ ഈ ചരിത്ര സ്മാരകങ്ങൾ BC 3000-നും BC 14,000-നും ഇടയിൽ നിർമ്മിച്ചവയാണെന്ന് കരുതപ്പെടുന്നു. ശിലായുഗ കാലത്ത് മുനിമാർ തപസ്സനുഷ്ഠിക്കാൻ നിർമ്മിച്ചതാണ് ഈ മുനിയറകൾ എന്നാണ് ഐതിഹ്യം. ശിലായുഗ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്ന മുനിയറകൾ മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ ധാരാളമായി കാണാം. 3 വലിയ പാറക്കല്ലുകൾ കുത്തനെ ഭൂമിയിൽ ഉറപ്പിച്ച് അതിനു മുകളിലായി കൂറ്റൻ പാറക്കല്ല് സ്ഥാപിച്ചാണ് മുനിയറകൾ നിർമ്മിച്ചിരിക്കുന്നത്. മുനിയറകളുടെ മുൻവശത്തായി സ്ഥാപിച്ചിരിക്കുന്ന പാറക്കല്ലിന് കിളിവാതിൽ പോലെ അർദ്ധവൃത്താകൃതിയിൽ ഒരു ദ്വാരം നിർമ്മിച്ചതായി കാണാം. ഈ ശിലായുഗ നിർമ്മിതികൾ ഏതാണ്ട് BC 3000-നും 4000-നും ഇടയിൽ നിർമ്മിച്ചവയാണെന്ന് കരുതപ്പെടുന്നു. തമിഴ്നാട്ടിലെ പഴനി മലകളിൽ കാണപ്പെടുന്ന മുനിയറകൾക്ക് മറയൂർ കാന്തല്ലൂർ മേഖലകളിലെ മുനിയറകളുമായി സാമ്യവുമുണ്ട്. ശിലായുഗ കാലത്ത് മുനിമാർ തപസ്സനുഷ്ഠിക്കാൻ നിർമ്മിച്ചതാണ് ഈ മുനിയറകൾ എന്നാണ് ഐതിഹ്യം. മുനിയറകൾക്ക് സമീപ ഭാഗങ്ങളിൽ നിന്നും ഭൂമിക്കടിയിൽ നിന്നും ചുവന്ന, കറുത്ത നിറങ്ങളിലുള്ള വലിയ മൺകുടങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇത്തരം വലിയ മൺകുടങ്ങൾ ആ കാലത്ത് ശവസംസ്കാരത്തിന് മറ്റും ഉപയോഗിച്ചിരുന്നതാണെന്ന് പറയപ്പെടുന്നു. ശിലായുഗ കാലത്ത് ഇവിടം ഭരിച്ചിരുന്ന പാണ്ഡ്യ രാജാക്കന്മാരാണ് ഇവ നിർമ്മിച്ചതെന്നാണ് ആദിവാസി വിഭാഗങ്ങൾക്കിടയിലെ വിശ്വാസം. പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ ആദിമ മനുഷ്യർ ഈ മുനിയറകൾ ഉപയോഗിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു. മറയൂർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള ആനക്കോട്ടപ്പാറ പാർക്കിലാണ് ഈ മുനിയറകൾ സംരക്ഷിച്ചിരിക്കുന്നത്. സഞ്ചാരികൾക്ക് 10 രൂപ പാസ് നിരക്കിൽ ഇവിടം സന്ദർശിക്കാം. ഹിസ്റ്റോറിക്കൽ ഡെസ്ക്, BBC ന്യൂസ്. ഇടുക്കി ജില്ലയിൽ നടന്ന ജില്ലാ കലോത്സവങ്ങളിൽ ഉണ്ടായ അഴിമതികളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് പരാതി സമർപ്പിച്ചതായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉപജില്ലാ കലോത്സവത്തിന് ശേഷം ഈ വിഷയം ഉയർത്തി സംഘടന രംഗത്ത് വന്നിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ല. പിന്നീട് ജില്ലാ കലോത്സവത്തിലും ഇത് ആവർത്തിച്ചു. ഇതുമൂലം അർഹരായ പല വിദ്യാർത്ഥികൾക്കും സംസ്ഥാന കലോത്സവ വേദി നഷ്ടമായി. പരാതിയുമായി ചെല്ലുന്നവരെ അധികാരികൾ മാനസികമായി പീഡിപ്പിക്കുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് സംഘടന രംഗത്തെത്തിയിരിക്കുന്നത്. തൊടുപുഴ, അറക്കുളം, പീരുമേട്, കട്ടപ്പന, മൂന്നാർ, അടിമാലി, നെടുങ്കണ്ടം തുടങ്ങിയ 7 സബ് ജില്ലകളിലും കട്ടപ്പനയിൽ വെച്ച് നടത്തിയ ഉപജില്ലാ കലോത്സവത്തിലും ശരിയായ വിധിനിർണ്ണയം നടന്നിട്ടില്ലെന്ന് AKDTU ആരോപിച്ചു. ഒരധ്യാപകന്റെ കീഴിൽ നൃത്തം പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഉയർന്ന ഗ്രേഡും 1ാം സ്ഥാനവും നൽകുന്നത്. മറ്റു കുട്ടികളെല്ലാം അപ്പീൽ കൊടുക്കാൻ പോലും കഴിയാത്ത വിധം 4ഉം 5ഉം സ്ഥാനങ്ങളിലേക്ക് താഴ്ത്തിയിരിക്കുകയാണ്. അതിനാൽ അർഹതയുള്ള കുട്ടികൾക്ക് ജില്ലാ, സംസ്ഥാന കലോത്സവ വേദികൾ നഷ്ടമായി. ജഡ്ജസായി നിയമിച്ചവരിൽ ഭൂരിഭാഗവും 1-2 വർഷം മാത്രം നൃത്തം പഠിച്ചവരും വ്യാജ സർട്ടിഫിക്കറ്റുമായി വന്നവരുമാണ്. ഇവരുടെ ചിലവെല്ലാം വഹിക്കുന്നത് ആരോപണ വിധേയനായ അധ്യാപകനാണെന്നും സംഘടനാ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. കൂടാതെ AEO, DEO, DDE ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളുമാണ്. ഇതുമൂലം പരാതിയുമായി ചെല്ലുന്ന അധ്യാപകർക്കെതിരെ പോലീസ് കേസ് കൊടുക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയാണെന്നും ആരോപിച്ചു. അധികാരികൾ വിധിനിർണ്ണയം ഏതെങ്കിലും ഒരു ഏജന്റിനെയോ മാഫിയയോ ഏൽപ്പിക്കുന്നതാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്ന് സംഘടന ആരോപിച്ചു. പറഞ്ഞ രീതിയിലുള്ളതായ ശരിയായ ജഡ്ജ്മെന്റ് നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഒരു സബ് ജില്ലകളിലും അതുപോലെ റവന്യൂ ജില്ലകളിലും നടന്നിട്ടില്ല എന്ന് ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടുള്ള കാര്യമാണ്. ഇനി വരും വർഷങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ മന്ത്രിതലത്തിൽ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തലത്തിലും DPI, DDE, DEO, AEO അതുപോലുള്ള അധികാരപ്പെട്ട ആളുകളുടെ മുമ്പിലേക്ക്
ഇതിനെ സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങൾ വയ്ക്കുവാനും ശരിയായ രീതിയിലുള്ളതായ കലോത്സവ നടത്തിപ്പ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഒറ്റ കാര്യം മാത്രമുള്ളൂ. യൂട്യൂബ് നോക്കി നൃത്തം പഠിച്ചില്ല എന്ന് ഈ വ്യക്തി പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തി കളിപ്പിച്ചിരിക്കുന്ന 3 നൃത്ത ഇനങ്ങളും, ഉദാഹരണം ഞാൻ പറയുവാണെങ്കിൽ രമണൻ എന്ന് പറയുന്ന നൃത്തം പോലും യൂട്യൂബ് നോക്കി പഠിച്ച ഡാൻസാണ്. ഈ സമ്മാനം കിട്ടിയിരിക്കുന്ന വ്യക്തി യൂട്യൂബ് നോക്കിയാണ് ആ ഡാൻസ് പഠിച്ചിരിക്കുന്നത്. കാരണം തിരുവനന്തപുരം ജില്ലയിലുള്ള ജോമിറ്റ് എന്ന് പറയുന്ന ഒരു നൃത്ത അധ്യാപകൻ എഴുതി കമ്പോസ് ചെയ്ത ഐറ്റമാണ് രമണൻ. ആ രമണൻ കളിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം, യൂട്യൂബിൽ ആ നൃത്തം കിടപ്പുണ്ട്. അതിൽ പാലും പാത്രം വെച്ചാണ് ആടിനെ കറക്കുന്നത്. പക്ഷേ ഈ വ്യക്തി അത് നേരെ തിരിച്ച് ഒരു ഓടക്കുള്ളിൽ പിടിച്ചിട്ടാണ് ആടിനെ കറന്നാണ് ജില്ലാ തലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ആരാണ് യൂട്യൂബ് നോക്കി നൃത്തം പഠിക്കുന്നത്? ആരാണ് യൂട്യൂബ് നോക്കി നൃത്തം ചെയ്യുന്നത്? ഞങ്ങളൊക്കെ ഗുരുക്കന്മാരുടെ മുഖത്ത് നിന്ന് കഷ്ടപ്പെട്ട് നൃത്തം പഠിപ്പിച്ച് ഉപജീവനം നടത്തുന്ന വ്യക്തികളാണ്. ഞങ്ങളുടെ തൊഴിലിനെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ വ്യക്തി ഞങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നത്. വിഷയത്തിൽ ഇനിയെങ്കിലും സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് പരാതി സമർപ്പിച്ചിരിക്കുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ AKDTU പ്രസിഡന്റ് മത്തായി ജോസഫ്, സെക്രട്ടറി KS സുരേഷ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് ടെർമിനൽ എന്ന ഖ്യാതി ഇനി ചെന്നൈ വണ്ടല്ലൂർ ക്ലാപ്പാക്കം ബസ് സ്റ്റാൻഡിന്. 484 കോടി രൂപ ചിലവഴിച്ച് 88 ഏക്കറിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിരിക്കുന്നത്. 2019 നിർമ്മാണം ആരംഭിച്ച ബസ് ടെർമിനലിന്റെ പണികൾ 2023 പൂർത്തിയാക്കി. ഉദ്ഘാടനം ഡിസംബർ 30 തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിർവഹിച്ചു. ATM കൗണ്ടറുകൾ, എമർജൻസി ഹോസ്പിറ്റൽ, ഗർഭിണികൾക്കായുള്ള പ്രത്യേക വിശ്രമ മുറികൾ, 1-ലധികം പോലീസ് ഔട്ട് പോസ്റ്റുകൾ, 1000-ഓളം CCTV ക്യാമറകൾ, ശീതീകരിച്ച കുടിവെള്ള പ്ലാന്റ്, ആധുനിക സൗകര്യങ്ങളിൽ ടോയ്ലറ്റ് സംവിധാനം തുടങ്ങിയവയെല്ലാം വണ്ടല്ലൂർ ടെർമിനലിന്റെ പ്രത്യേകതകളാണ്. കുമളി രാജേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് ടെർമിനൽ എന്ന ഖ്യാതി ഇനി ചെന്നൈ വണ്ടല്ലൂർ ക്ലാമ്പാക്കം ബസ് സ്റ്റാൻഡിന്. 484 കോടി രൂപ ചെലവഴിച്ച് 88 ഏക്കറിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിരിക്കുന്നത്. 2019 നിർമ്മാണം ആരംഭിച്ച ബസ് ടെർമിനലിന്റെ പണികൾ 2023 പൂർത്തിയാക്കി. ഉദ്ഘാടനം ഡിസംബർ 31 തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിർവഹിച്ചു. ATM കൗണ്ടറുകൾ, എമർജൻസി ഹോസ്പിറ്റൽ, ഗർഭിണികൾക്കായുള്ള പ്രത്യേക വിശ്രമ മുറികൾ, 1-ലധികം പോലീസ് ഔട്ട് പോസ്റ്റുകൾ, 1000-ഓളം CCTV ക്യാമറകൾ, ശീതീകരിച്ച കുടിവെള്ള പ്ലാന്റ്, ആധുനിക സൗകര്യങ്ങളിൽ ടോയ്ലറ്റ് സംവിധാനം തുടങ്ങിയവയെല്ലാം വണ്ടല്ലൂർ ടെർമിനലിന്റെ പ്രത്യേകതകളാണ്. 4000 ബസ്സുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാവുന്നത്ര വിസ്തൃതിയുണ്ട്. 1500 ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാമായിരുന്ന ചെന്നൈ കോയമ്പേട് ബസ് സ്റ്റാൻഡിനായിരുന്നു കഴിഞ്ഞ മാസം 31 വരെ ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡ് എന്ന പദവിയുണ്ടായിരുന്നത്. ഈ പദവിയാണ് വണ്ടല്ലൂരിലെ പുതിയ ടെർമിനൽ നേടിയത്. പ്രതിദിനം 3 ലക്ഷം യാത്രക്കാർ ഇവിടെ എത്തുമെന്നാണ് കരുതുന്നത്. ചെന്നൈ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി യാത്രാസമയം ലാഭിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ടെർമിനൽ നിർമ്മിച്ചത്. റോഡുകൾ 4 പാതയായതിനാൽ കന്യാകുമാരിയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള 720 കിലോമീറ്റർ യാത്രാസമയം 9 മുതൽ 10 മണിക്കൂർ വരെ മതിയാകും. ഇതിനിടയിൽ 14 ടോൾ പ്ലാസകളുമുണ്ട്. വണ്ടല്ലൂർ ക്ലാമ്പാക്കത്ത് നിന്നും 40 കിലോമീറ്റർ ദൂരമുള്ള കോയമ്പേട് ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രാസമയം 3 മുതൽ 4 മണിക്കൂർ വരെയായിരുന്നു. ഇനി അതിനും മാറ്റമുണ്ടാകും. കന്യാകുമാരി, തിരുവനന്തപുരം, തുത്തുക്കുടി, തൃശ്ശിനാപ്പള്ളി, ഈറോഡ്, കോയമ്പത്തൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ വണ്ടല്ലൂർ ബസ് സ്റ്റാൻഡിലും ആന്ധ്ര, ചിറ്റൂർ, തിരുപ്പതി, വിജയവാഡ, ബോംബെ, വിശാഖപട്ടണം എന്നിവിടങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ കോയമ്പേട് സ്റ്റാൻഡിലും പാർക്ക് ചെയ്തായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. സർക്കാർ ബസ്സുകൾക്ക് 200 രൂപയും സ്വകാര്യ ബസ്സുകൾക്ക് 500 രൂപയുമാണ് ബസ് ടെർമിനലിലെ ടോൾ. ഇതിലൂടെ പ്രതിവർഷം 60 കോടി രൂപയുടെ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെന്നൈ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകർക്ക് സഹായ പ്രവാഹം. കുട്ടി കർഷകർക്ക് ആശ്വാസം പകർന്ന് മന്ത്രിമാരായ ചിഞ്ചു റാണി, റോഷി അഗസ്റ്റിൻ, നടൻ ജയറാം, പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറിങ്ങാട്ട് തുടങ്ങിയവർ വെള്ളിയാമറ്റത്ത് എത്തിച്ചേർന്നു. പടമുഖം സ്നേഹമന്ദിരത്തിന്റെ നേതൃത്വത്തിൽ പുതുവത്സര ആഘോഷവും അന്തേവാസി വിജയരംഗസ്വാമിയുടെ ജന്മദിനാഘോഷവും നടന്നു. ഇടുക്കി SP വിഷ്ണു പ്രദീപ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു.
വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ് DG വിസിറ്റും ക്രിസ്മസ് സെലിബ്രേഷനും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടത്തി. ബിഷപ്പ് റൈറ്റ് റവറൻ VS ഫ്രാൻസിസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 3 വയസ്സുകാരിക്ക് നേരെ സിംഹവാലൻ കുരങ്ങന്റെ ആക്രമണം. കഞ്ഞിക്കുഴി മക്കുവള്ളി നെല്ലിക്കുന്നിൽ ഷിജു പോളിന്റെ മകൾ നിത്യയ്ക്കാണ് സിംഹവാലൻ കുരങ്ങന്റെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയത്. പൊതുമേഖലയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ വിതരണ സ്ഥാപനമായ ഔഷധിയുടെ നീതി സ്റ്റോർ തൊടുപുഴ കാരിക്കോട് ജംഗ്ഷനിൽ പ്രവർത്തനം തുടങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.